ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീറാം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം തുടർച്ച. ആകാശത്ത് നിറഞ്ഞു നിന്ന് ഈ യുദ്ധം വീക്ഷിച്ചിരുന്ന മഹർഷിമാർ ഹനുമാനെ ആശ്ചര്യം സ്ഫുരിക്കുന്ന മിഴികളാൽ നോക്കവേ രാവണന്റെ ഹൃദയം കൊടും ഭീതിയാൽ നിറഞ്ഞു. വീണ്ടും ഹനുമാൻ ഗോപുര കവാടത്തിൽ നിലയുറപ്പിച്ചപ്പോൾ രാവണൻ തൻ്റെ സീമന്തപുത്രനായ ഇന്ദ്രജിത്തിനെ വിളിപ്പിച്ചു. രാക്ഷസ രാജാവ് പറഞ്ഞു, യുദ്ധത്തിൽ ഞാൻ മാത്രമേ നിനക്ക് തുല്യ എതിരാളിയായിട്ടുള്ളൂ. ദേവേന്ദ്രനെയും സർവ്വദേവന്മാരെയും ജയിച്ചവനാണ് നീ. മാത്രമല്ല ബ്രഹ്മാവ് കനിഞ്ഞു നൽകിയ ആയുധങ്ങളുമുണ്ട് നിന്റെ പക്കൽ. ആയതിനാൽ നീ ഇപ്പോൾ തന്നെ പോയി ആ മർമ്മപ്രതിയോഗിയെ എவ்விധേനയെങ്കിലും കീഴടക്കി കൊണ്ടുവരിക. രഥത്തിൽ വന്നു നിന്ന് ഞാണൊലി മുഴക്കിയ ഇന്ദ്രജിത്തിനെ കണ്ട് ഹനുമാൻ അതിയായി സന്തോഷിച്ചു. ഇന്ദ്രജിത്ത് വർഷിച്ച ശരങ്ങളെ ഒഴിവാക്കുവാൻ ഹനുമാൻ അലർച്ച പുറപ്പെടുവിച്ചുകൊണ്ട് സ്വശരീരത്തെ വികസിപ്പിച്ച് അമ്പരത്തിലേക്ക് ഉയർന്നു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഹനുമാനെ ശരങ്ങളാൽ ഭേദിക്കുവാൻ ഇന്ദ്രജിത്തിനും ഇന്ദ്രജിത്തിനെ പ്രഹരിക്കുവാൻ ഹനുമാനും സന്ദർഭം ലഭിച്ചില്ല. ആയുധങ്ങൾ ഉപയോഗശൂന്യമാണെന്ന് കണ്ടപ്പോൾ ഇന്ദ്രജിത്തിന് മനസ്സിലായി ഹനുമാൻ അമരനാണെന്ന്. എന്നാൽ പിന്നെ ബന്ധിതനാക്കുവാനുള്ള വഴികൾ ആലോചിച്ചു തുടങ്ങാമെന്ന് ഇന്ദ്രജിത്ത് കണക്കുകൂട്ടി. ഈ ഉദ്ദേശത്തോടെ ഇന്ദ്രജിത്ത് ഒരു വിശേഷപ്പെട്ട ബ്രഹ്മാസ്ത്രം ഹനുമാന് നേരെ പ്രയോഗിച്ചു. തൽഫലമായി നിമിഷങ്ങൾക്കകം ബന്ധിതനായ ഹനുമാൻ ഏതാണ്ട് അബോധാവസ്ഥയിൽ നിലത്തു വീണു. ബ്രഹ്മാവിൻ്റെ ശക്തിയാൽ ഏതോ ആയുധം തന്നെ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണെന്ന് ഹനുമാന് ഊഹിക്കുവാൻ കഴിഞ്ഞു. അതേസമയം ബ്രഹ്മാവിൻ്റെ പക്കൽ നിന്ന് തനിക്ക് ലഭിച്ച ഒരു വരത്തിൻ്റെ പ്രഭാവത്താൽ ഈ ആയുധത്തിൻ്റെ ശക്തി അധികനേരം നീണ്ടു നിൽക്കുകയില്ലെന്നും ഹനുമാന് അറിവുണ്ടായിരുന്നു. ആയതിനാൽ ഹനുമാൻ ഇപ്രകാരം ചിന്തിച്ചു, തൽക്കാലം എനിക്കെന്നെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാനാവില്ല. എങ്കിലും ഭയമേതും കൂടാതെ കാത്തിരിക്കാം. ഇതൊരു പരാജയമാണെന്നല്ല, രാവണനെ നേരിട്ട് കാണുവാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ കരുതേണ്ടുന്നത്. കീഴടക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ വളരെ വേഗം ഞാൻ സ്വതന്ത്രനാകുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസവുമുണ്ട്. രാക്ഷസന്മാർ വന്ന് ഹനുമാനെ വടങ്ങളാൽ ചുറ്റിക്കെട്ടി. പല വിധത്തിലും അവർ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. പക്ഷേ വടം കൊണ്ട് ബന്ധിക്കപ്പെട്ടതും ഹനുമാൻ ബ്രഹ്മാസ്ത്ര ബന്ധനത്തിൽ നിന്ന് മോചിതനായി. കാരണം മറ്റൊരു ബന്ധനവുമായി ചേർന്ന് നിൽക്കുവാൻ ബ്രഹ്മാസ്ത്രത്തിന് കഴിവില്ലായിരുന്നു. എങ്കിലും ഹനുമാൻ രാക്ഷസന്മാർ വടവുമായി വന്നപ്പോൾ വേദന സഹിക്കുന്നത് പോലെ അഭിനയിച്ച് അവർക്ക് നല്ലതുപോലെ വഴങ്ങിക്കൊടുത്തു. രാവണനെ നേരിൽ കാണുക എന്നതു മാത്രമായിരുന്നു ഹനുമാന്റെ ലക്ഷ്യം. ഹനുമാന്റെ നാട്യം ഇന്ദ്രജിത്തിന് നല്ലതുപോലെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം ചിന്തിച്ചു, ഈ വിഡി രാക്ഷസന്മാരുടെ വിചാരശൂന്യമായ പ്രവൃത്തി കാരണം ഹനുമാനെ പിടിച്ചടക്കിയത് തുലോം വ്യർത്ഥമായി തീർന്നു. ഒരിക്കൽ നിഷ്ഫലമായി തീർന്ന ബ്രഹ്മാസ്ത്രം അതേ വ്യക്തിയുടെ നേർക്ക് വീണ്ടും പ്രയോഗിക്കുക എന്നതും അസാധ്യം, കഷ്ടം. ഇന്ദ്രജിത്ത് ഈ വിധം ആഴമേറിയ ചിന്തയിൽ മുഴുകിയിരിക്കവേ രാക്ഷസന്മാർ ഹനുമാനെ രാവണന്റെ മുന്നിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി. രാക്ഷസന്മാർ തമ്മിൽ ചോദ്യശരങ്ങൾ ഉതിർത്തു. വാനരത്തെ പോലിരിക്കുന്ന ഈ ജന്തു ആരാണ്? ഈ ചോദ്യത്തിന് മറ്റാരോ ഉത്തരം നൽകി, ഇവനെ ഈ നിമിഷം തന്നെ കൊല്ലാം, വറുത്തോ പൊരിച്ചോ തിന്നാം. ബന്ധനസ്ഥനായ ഹനുമാൻ മുന്നിലെത്തിയപ്പോൾ രാവണൻ മന്ത്രിമാരോട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആജ്ഞാപിച്ചു. ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഹനുമാൻ പറഞ്ഞു, ഞാൻ വാനര രാജാവായ സുഗ്രീവന്റെ ദൂതനാണ്. അങ്ങയുടെ ക്ഷേമത്തിനായി സുഗ്രീവൻ ആശംസകൾ അറിയിച്ചിരിക്കുന്നു. ശ്രേഷ്ഠനായ സുഗ്രീവൻ കരുതുന്നു അങ്ങ് ധർമ്മിഷ്ഠനാണെന്നും തൽഫലമായിട്ടാണ് അങ്ങയുടെ രാഷ്ട്രം അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നതെന്നും. തന്നെ ബന്ധനസ്ഥനാക്കിയതിൽ ഹനുമാൻ രോഷാകുലനായിരുന്നു. രാവണൻ സീതയെ അപഹരിച്ച വ്യക്തിയാണെന്ന ബോധം ഹനുമാനെ അതിക്രുദ്ധനുമാക്കിയിരുന്നു. എങ്കിലും രാക്ഷസ രാജാവിനെ സാഹൂതം വീക്ഷിച്ചു നിന്നപ്പോൾ ഹനുമാന് തോന്നിയത് ഇവണ്ണമാണ്. രാവണന്റെ വശീകരണ സൗന്ദര്യവും മനസാന്നിധ്യവും ധൈര്യവും ഐശ്വര്യവും ശുഭോദകമായ ശാരീരിക ഗുണങ്ങളുമെല്ലാം വച്ച് നോക്കുമ്പോൾ ധർമ്മത്തിൻ്റെ പാത വെടിയാതിരിക്കുക മാത്രം ചെയ്തിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഇന്ദ്രനെ വെല്ലുന്ന കീർത്തിമാൻ ആവുമായിരുന്നു. രാവണനും അസ്വസ്ഥതയും കോപവും കൊണ്ട് ഇളകി നിൽക്കുകയായിരുന്നു. പക്ഷേ ഹനുമാനെ കണ്ടതും അയാൾ ആശങ്കാകുലനായി തീർന്നു. പരിഭ്രമത്തോടെ അയാൾ ചിന്തിച്ചു, പണ്ടൊരിക്കൽ ഞാൻ പരിഹസിച്ചതിന് ശിക്ഷയായി എന്നെ ശപിച്ച ശിവവാഹകനായ നന്ദിയായിരിക്കുമോ ഇത്? അതല്ല അസുര ചക്രവർത്തിയായ ബാണൻ വാനരരൂപം ധരിച്ച് വന്നതാകുമോ?
രാവണന്റെ മന്ത്രിമുഖ്യനായ പ്രഹസ്തൻ ഹനുമാന് ആശ്വാസം പകരുന്ന വാക്കുകളോതി. ഇവിടെ വന്നതെന്തിനാണെന്നുള്ള വസ്തുത സത്യസന്ധമായി വെളിപ്പെടുത്തുന്ന പക്ഷം നിന്നെ ഞങ്ങൾ സ്വതന്ത്രനാക്കുന്നതാണ്. ഹനുമാൻ മറുപടിയോതി. അന്വേഷണ കുതുകിയായ ഒരു മർക്കടമെന്ന നിലയ്ക്ക് രാവണനെ ഒന്ന് കാണുവാനാണ് ഞാനിവിടേക്ക് വന്നത്. പക്ഷേ എന്നെപ്പോലൊരു നിസാരനായ വാനരന് രാജാവായ രാവണന്റെ ദർശനം കിട്ടുകയെന്നത് തികച്ചും അസാധ്യമാണെന്ന് എനിക്ക് അറിവുണ്ടായിരുന്നു. അതിനാൽ ഞാൻ രാജകീയോദ്യാനം നശിപ്പിച്ചു. എന്നെ പിടിച്ചുകെട്ടി രാജ്യസഭയിൽ കൊണ്ടുവരുമെന്ന് കരുതിയാണത് ചെയ്തത്. ആരെയും ദ്രോഹിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ രാക്ഷസപ്പട എന്നെ ആക്രമിക്കുവാൻ വന്നപ്പോൾ ആത്മരക്ഷാർത്ഥം അവരെയെല്ലാം വധിക്കേണ്ടി വന്നു. വളരെ പണ്ട് ബ്രഹ്മാവ് എനിക്കൊരു വരം നൽകിയിരുന്നു. ആയുധങ്ങളാലോ കയറുകളാലോ എന്നെ ബന്ധിക്കുവാനാവില്ല എന്ന്. അതിനാൽ അങ്ങ് മനസ്സിലാക്കണം, ഞാൻ മനഃപൂർവ്വം ബന്ധിക്കപ്പെട്ടതാണെന്നും ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രം ഇതിനോടകം നിഷ്ഫലമായി കഴിഞ്ഞുവെന്നും. ഇനി എൻ്റെ വരവിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഞാൻ വെളിപ്പെടുത്താം. ശ്രദ്ധയോടെ കേൾക്കുക. എൻ്റെ നാമം ഹനുമാൻ എന്നത്രേ. ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ രാമൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഒത്തിരി കാലങ്ങളായി ഞാൻ രാമൻ്റെ അപഹരിക്കപ്പെട്ട പത്നിയായ സീതയെ തേടി നടക്കുകയായിരുന്നു. ഭാഗ്യവശാൽ ഞാൻ അവരെ ഇവിടെ കണ്ടെത്തുകയും ചെയ്തു. രാക്ഷസ രാജാവേ, താങ്കൾ ഒരു വസ്തുത മനസ്സിലാക്കിയാലും രാമലക്ഷ്മണന്മാരുടെ ബാണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ശേഷി ആർക്കും തന്നെയില്ല. സ്വയംഭൂവായ ബ്രഹ്മാവോ മഹാദേവനോ ഇന്ദ്രനോ ആരും തന്നെ രാമപ്രഭുവിനെ യുദ്ധഭൂമിയിൽ നേരിടുവാൻ അശേഷം ധൈര്യപ്പെടുകയില്ല. രാവണ, താങ്കൾക്ക് ഗ്രന്ഥങ്ങളിൽ വർണ്ണിക്കുന്ന തത്വങ്ങളെക്കുറിച്ച് ഗാഢമായ അറിവുണ്ടായിരിക്കുമല്ലോ. ബുദ്ധിമാനായ ഒരുവൻ ഒരിക്കലും നന്മയുടെ പാത വെടിഞ്ഞ് സർവനാശത്തെ സ്വാഗതം ചെയ്യുകയില്ല. അധികം വൈകുന്നതിനു മുമ്പ് എൻ്റെ ഉപദേശം സ്വീകരിച്ച് സീതയെ രാമന് വിട്ടുകൊടുക്കുക. പണ്ട് കഠിന തപസ്സു ചെയ്ത് ദേവന്മാരാലും അസുരന്മാരാലും ഹനിക്കപ്പെടുകയില്ല എന്നൊരു വരം താങ്കൾ നേടിയിട്ടുണ്ട്. അതേപോലെ താങ്കളുടെ അധർമ്മ പ്രവൃത്തിയായ സീതാപഹരണം ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് താങ്കൾ മനസ്സിലാക്കുന്നില്ലേ? നിസാരനായ ഈ ഞാൻ തുനിഞ്ഞിറങ്ങിയാൽ പോലും ലങ്കയെ ഇല്ലായ്മ ചെയ്യാനാകും. അങ്ങനെയിരിക്കെ ഈ പ്രപഞ്ചത്തെ ആകമാനം നശിപ്പിക്കുവാനും അതേപടി പുനഃസൃഷ്ടി നടത്തുവാനും പ്രാപ്തനായ രാമനെക്കുറിച്ച് എന്തു പറയുവാനാണ്? ഹനുമാന്റെ മൊഴികൾ കേട്ട രാവണൻ കോപം കൊണ്ട് വിറച്ചു. ചുവന്ന കണ്ണുകൾ ഉരുട്ടി ഗർജിച്ചു. ഈ വാനരത്തെ ഈ നിമിഷം തന്നെ കൊന്നു തള്ളുക. അപ്പോൾ വിഭീഷണൻ ശാന്തസ്വരത്തിൽ ഉപദേശം നൽകി. പ്രിയപ്പെട്ട ജ്യേഷ്ഠ, ഒരു ദൂതനെ വധിക്കുന്നത് ഒരിക്കലും ന്യായമല്ല. വേദഗ്രന്ഥങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള അങ്ങ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്താൽ സമ്പാദിച്ച ജ്ഞാനം നിശേഷം നശിക്കും. ആയതിനാൽ അനിയന്ത്രിതമായ കോപത്തിന് സ്വയം അടിമയാവാതിരിക്കുക. ഇത്തരമൊരു ചോദിക്കാതെ കിട്ടിയ ഉപദേശം രാവണന് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. അതിനാൽ അയാൾ വാദിച്ചു, ദുഷ്പ്രവൃത്തി ചെയ്യുന്നവനെ കൊല്ലുന്നവന് പാപം ആർജിക്കുകയില്ല. ഹനുമാനെ ഉടനടി വധിക്കുക. എന്നിട്ടും വിഭീഷണൻ പിന്മാറിയില്ല. വേദശാസ്ത്രങ്ങളിൽ ഒരിടത്തും ദൂതനെ കൊല്ലുന്നതിന് അനുവാദം തന്നിട്ടില്ല. അത് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു വസ്തുതയാണ്. കൈകാലുകൾ ഛേദിക്കുകയോ ചാട്ടവാറാൽ അടിക്കുകയോ തല മുണ്ടനം ചെയ്യുകയോ ചൂടുവെക്കുകയോ ആണ് ദൂതന് കൊടുക്കാവുന്ന ശിക്ഷകൾ. പ്രിയ രാവണ, താങ്കളെപ്പോലുള്ള വില്ലാളി വീരന്മാർ നിയന്ത്രണമില്ലാത്ത കോപത്തിന് കീഴടങ്ങുന്നത് ഒട്ടും തന്നെ നന്നല്ല. ഹനുമാനെ ഇവിടേക്കയച്ച ശത്രുവിനെയാണ് ഹനുമാനെ അല്ല അങ്ങ് വധിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങയുടെ സൈന്യത്തെ രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്കാണ് യുദ്ധത്തിനായി അയക്കേണ്ടുന്നത്. അവരല്ലേ അങ്ങയോട് പ്രതികാരം ചെയ്യുവാൻ കാത്തിരിക്കുന്നത്? ദൈവഭക്തനായ വിഭീഷണന്റെ ശാന്തമായ വചനങ്ങൾ രാവണനെ തെല്ലൊന്ന് ചിന്തിപ്പിച്ചു. അവസാനം അല്പം കാരുണ്യത്തോടെ അയാൾ പറഞ്ഞു, വാനരങ്ങൾക്ക് അവരുടെ വാൽ വളരെ വിലപ്പെട്ടതാണ്. ആയതിനാൽ ഈ വാനരന്റെ വാലിൽ തീ കൊളുത്തി ഇവനെ തെരുവുകൾ തോറും കൊണ്ടു നടക്കുക. ഇവൻ എന്തുതരം വീരനായകനാണെന്ന് ജനം നേരിൽ കാണട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവനെ സ്വതന്ത്രനാക്കുക. കരിഞ്ഞ വാലുമായി മടങ്ങിച്ചെന്ന് സ്വന്തം ബന്ധുക്കളുടെ മുന്നിൽ അപമാനിതനായി നിൽക്കട്ടെ ഇവൻ. ഈ രാജകൽപ്പനയെ തുടർന്ന് രാക്ഷസന്മാർ പഴംതുണി കൊണ്ട് ഹനുമാന്റെ വാല് ചുറ്റിക്കെട്ടി. എന്നിട്ട് അതിൻ്റെ മുകളിൽ എണ്ണയൊഴിച്ച് കുതിർത്തു. തുണിയിൽ തീ കത്തിച്ചപ്പോൾ വർദ്ധിച്ച രോഷത്തോടെ ഹനുമാൻ സ്വയം വികസിപ്പിക്കുകയും കത്തുന്ന വാലുകൊണ്ട് രാക്ഷസന്മാരെ താടിക്കുകയും ചെയ്തു.
രാക്ഷസന്മാർ ഹനുമാനെ കടന്നുപിടിച്ച് കൂടുതൽ ശക്തമായി വരിഞ്ഞു മുറുക്കി. പകൽ വെളിച്ചത്തിൽ ലങ്കയിലെ സുരക്ഷാ വ്യവസ്ഥകൾ നേരിൽ കണ്ടുകൊണ്ട് എല്ലാ തെരുവുകളിലും നടക്കാം എന്ന പദ്ധതിയോടെ ഹനുമാൻ രാക്ഷസന്മാർക്ക് വഴങ്ങിക്കൊടുത്തു. ഒട്ടും താമസിയാതെ ഉന്മത്തരായ രാക്ഷസന്മാർ പാതകളിലൂടെ എല്ലായിടവും ഹനുമാനെ വലിച്ചിഴച്ചു നടന്നു. ജനങ്ങളോടവർ പൊങ്ങച്ചം പറഞ്ഞു. അവർ കീഴടക്കിയ ഒരു ചാരനാണ് ഹനുമാൻ എന്ന്. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഒന്നൊഴിയാതെ എല്ലാവരും കൗതുകത്തോടെ ഹനുമാനെ കണ്ടു രസിക്കുവാനെത്തി. അന്നേരം കാവൽക്കാരികളായ രാക്ഷസിമാർ സീതയോട് ഹനുമാന്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് വർണ്ണിച്ചു. ഇതു കേട്ട് അതീവ ദുഃഖിതയായ സീത അഗ്നിദേവനോട് പ്രാർത്ഥിച്ചു. എൻ്റെ വ്രതങ്ങളും തപസ്സുകളും കൊണ്ട് എനിക്കെന്തെങ്കിലും പുണ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹനുമാനിലേക്ക് പ്രവഹിപ്പിച്ച് അദ്ദേഹത്തിന് അഗ്നിയെ കുളിരായി അനുഭവിക്കുവാൻ സാധിക്കുമാറാകണേ. അന്നേരം സീത കാത്തു സൂക്ഷിച്ചിരുന്ന യാഗാഗ്നി ഉഗ്രത വിട്ട് ശാന്തമായി എരിഞ്ഞു. അതേസമയം ഹനുമാന് ചൂടിനു പകരം കത്തുന്ന വാലിൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. മാത്രമല്ല, കാറ്റിലും ഹിമകണങ്ങൾ കലർന്ന പോലെ ഒരു കുളിരുണ്ടായി. ഹനുമാൻ അതിശയിച്ചുപോയി. അഗ്നി ആളിക്കത്തിയിട്ടും എനിക്കെന്തേ പൊള്ളലേൽക്കാത്തത്? രാക്ഷസന്മാർ എൻ്റെ വാലിന് ചുറ്റും വച്ച് കെട്ടിയത് ഹിമക്കട്ടകളായിരുന്നുവോ? തീർച്ചയായും ഈ അനുഭവം രാമൻ്റെയോ സീതയുടെയോ അനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയതാവണം. ഹനുമാൻ വിചിന്തനം ചെയ്തു. ഒരു യോദ്ധാവിനോ രാമൻ്റെ ദാസനോ ഒരിക്കലും യോജിച്ച ഒരവസ്ഥയല്ല ഇത്. കെട്ടിവരിഞ്ഞ് സർവരുടെയും പരിഹാസ പാത്രമാക്കപ്പെടുക, അതും കേവലം രാക്ഷസന്മാരാൽ. മതി ഈ അപമാനം. കൺചിമ്മി തുറക്കുന്നതിനകം ഹനുമാൻ സ്വന്തം രൂപം സൂക്ഷ്മമാക്കി കെട്ടുകൾക്കുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു ആക്രോശത്തോടെ മാനത്തേക്കുയർന്ന ഹനുമാൻ നിമിഷങ്ങൾക്കകം സ്ഥൂലരൂപം ധരിച്ചു. എന്നിട്ട് അരികിൽ കിടന്നിരുന്ന ഇരുമ്പ് ദണ്ഡ് എടുക്കുകയും സർവ്വ കാവൽക്കാരെയും തച്ച് കൊല്ലുകയും ചെയ്തു. ഇതെല്ലാം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം ആലോചിച്ചു. രാമന്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് രാവണനെ ഉപദ്രവിക്കുവാൻ വേറെന്തു ചെയ്യാനാകും? എൻ്റെ വാലിൽ തീ കൊളുത്തിവിട്ട സ്ഥിതിക്ക് ലങ്ക മുഴുവനും കത്തി എരിയുമാറാക്കിയാലെന്താ? ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് ആദ്യം ഹനുമാൻ ചാടിയത് പ്രഹസ്തന്റെ കൊട്ടാര മേലാപ്പിലാണ്. അവിടെ തീ കൊളുത്തിയ ശേഷം ഓരോ മേൽക്കൂരയിൽ നിന്നും അടുത്തതിലേക്ക് ചാടി എല്ലായിടത്തും തീ പടർത്തിവിട്ടു. ഭക്തനായ വിഭീഷണന്റെ കൊട്ടാരത്തെ ഹനുമാൻ ശ്രദ്ധാപൂർവം ഒഴിവാക്കി. കൊട്ടാരക്കെട്ടുകൾക്കുള്ളിലും ഹനുമാൻ കയറിയിറങ്ങി. രാവണന്റെ കൊട്ടാരം പോലും ഒഴിവാക്കിയില്ല. ആഞ്ഞുവീശിയ കാറ്റ് അതിവേഗം അഗ്നിനാളങ്ങളെ എല്ലാ ദിശയിലേക്കും വ്യാപിപ്പിച്ചു. മേൽമാളികകൾ തകർന്നടിഞ്ഞ് നിലത്ത് പതിക്കവേ അത്യുഷ്ണത്തിനാൽ സ്വർണവും വെള്ളിയും ഉരുകി അവ പിന്നീട് മുത്തുകളെയും ആഭരണങ്ങളെയും ഉരുക്കി. എല്ലാം കൂടി അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ലാവ പോലെ പുറത്തേക്കൊഴുകി തെരുവുകളിലെത്തി. സ്വന്തം പ്രാണനും വസ്തുവകകളും രക്ഷിക്കുവാൻ വൃഥ പരിശ്രമിക്കുന്ന രാക്ഷസന്മാരുടെ കോലാഹലം അവിടെയെങ്ങും മുഴങ്ങി. യാതനയുടെ ദീനവിലാപം ഉയർന്നുയർന്നു വന്നു. രാക്ഷസന്മാരും കുതിരകളും ആനകളുമെല്ലാം കൂട്ടം കൂട്ടമായി വെന്തുമരിച്ചു. കത്തിയമർന്ന ശരീരങ്ങളിലെ നെയ്യ് ഉരുകി അഗ്നിയെ ഒന്നും കൂടി ആളിക്കത്തിച്ചു. പ്രളയാഗ്നിയിൽ ഭൂമണ്ഡലമാകെ നശിക്കുവാൻ സമയമെടുത്തു എന്ന പ്രതീതിയുളവായി. പരിഭ്രാന്തരായ ലങ്കാവാസികൾ ആർത്തു വിളിച്ചു. സാക്ഷാൽ അഗ്നിദേവൻ തന്നെയാണോ വാനരരൂപത്തിൽ വന്ന് ഈ നഗരത്തെ വിഴുങ്ങുന്നത്? ഇന്ദ്രനോ ബ്രഹ്മനോ കാലപുരുഷനോ അതോ അചിന്ത്യ പ്രഭാവത്തിനുടമയായ വിഷ്ണു തേജസ് തന്നെയാണോ മർക്കട രൂപത്തിൽ ഇവിടെ വന്ന് നമ്മയെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അവസാനം ആ നഗരത്തെ ആകമൊത്തം പ്രദക്ഷിണം വെച്ച ശേഷം ഹനുമാൻ ഒരു നിമിഷത്തേക്ക് അനങ്ങാതെ നിന്നു. നഗരത്തെ ഒട്ടാകെ ദഹിപ്പിക്കുന്ന അഗ്നിയെ നോക്കി നിന്നപ്പോൾ ഹനുമാന് സംതൃപ്തി അനുഭവപ്പെട്ടു. അനന്തരം രാമന്റെ അരികിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. അതിനായി സ്വന്തം വാലിൽ കത്തിനിന്ന അഗ്നിയെ അണയ്ക്കുന്നതിനായി സമുദ്രജലത്തിൽ നിമഗ്നമാക്കി. എന്നിട്ട് ഒരു വട്ടം കൂടി അഗ്നി നാമ്പുകൾ വിഴുങ്ങുന്ന ലങ്കയെ കടാക്ഷിച്ചു. ഞൊടിയിടയിൽ ഒരു കൊടും ഭീതി ഹനുമാന്റെ ഹൃദയത്തെ അടിമപ്പെടുത്തി. അലറി അലറി കേഴുന്ന രാക്ഷസന്മാരുടെ ഒച്ച കേട്ട ഹനുമാന് വീണ്ടും വിചാരം വന്നു. ലങ്കയ്ക്ക് തീ കൊളുത്തിയ ഞാൻ എത്ര വലിയൊരു വിഡിത്തമാണ് കാണിച്ചത്. സീതയും ഈ തീയിൽ വെന്തു വെണ്ണീറായിട്ടുണ്ടെങ്കിലോ? അനിയന്ത്രിതമായ കോപം വരുത്തിവെക്കുന്ന അപകടങ്ങൾ കണ്ടുവോ? മനുഷ്യനെ കഠിന പാപപ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുന്ന, തിരിച്ചറിവ് നശിപ്പിക്കുന്ന
ഒരു കൊടും ശത്രുവാണ് കോപം. കോപാന്തനായ ഒരുവൻ പറയാത്തതായി പ്രവർത്തിക്കാത്തതായി ഒന്നും തന്നെ ഉണ്ടാവില്ല. ക്രോധാലുവായ ഒരുവൻ സ്വന്തം ഗുരുവിനെയോ മാതാപിതാക്കളെയോ പോലും ഹനിക്കുവാനോ മഹാത്മാക്കളെ അവഹേളിക്കുവാനോ തെല്ലും മടിക്കുകയില്ല. കോപത്തെ അടക്കുവാൻ കഴിവുള്ളവർക്ക് മാത്രമേ മനുഷ്യനെന്ന സ്ഥാനത്തിന് അർഹതയുള്ളൂ. സീതയുടെ മരണത്തിന് ഞാൻ ഹേതുവായിട്ടുണ്ടെങ്കിൽ എൻ്റെ യജമാനനെയും ഞാൻ കൊന്നുകഴിഞ്ഞു എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ പ്രാണത്യാഗം ചെയ്തു വേണം ഞാൻ പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. വാനരങ്ങളുടെ ചപല പ്രകൃതിയാണ് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പ്രവർത്തിക്കുകയെന്നത്. ഈ സ്വഭാവം എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടുന്ന ഒന്നാണ്. വികാരാധീനരായി ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം പ്രവചിക്കാനരുതാത്തതാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ വിചാരശൂന്യവും വികാരപരവുമായ പ്രവൃത്തി കാരണം എത്ര വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുണ്ടാവുക. സീത മരിച്ചിട്ടുണ്ടെങ്കിൽ രാമനും ലക്ഷ്മണനും യാതൊരു കാരണവശാലും ജീവിച്ചിരിക്കുകയില്ല. അടുത്തത് ഭരതൻ, ശത്രുഘ്നൻ, സുഗ്രീവൻ തുടങ്ങി മറ്റനേകം പേർ കൂടി ഒന്നൊന്നായി ജീവത്യാഗം ചെയ്യും. ഇത്തരം വിശിഷ്ട വ്യക്തികളുടെ സംരക്ഷണമില്ലെന്ന് വരുമ്പോൾ മറ്റുള്ള മനുഷ്യരും മൃഗങ്ങളും ജീവിതത്തോടുള്ള ആശ നശിച്ച് സ്വജീവിതം വ്യർത്ഥമാക്കും. ചുരുക്കത്തിൽ മനഃപൂർവ്വമായിട്ടല്ലെങ്കിലും ഈ ലോകത്തിന് സർവനാശവും വരുത്തിയത് എൻ്റെ വിവേകശൂന്യമായ പ്രവൃത്തിയാണെന്ന് തെളിയും. ഇപ്രകാരം വിലപിച്ചുകൊണ്ടിരിക്കവേ ഹനുമാന്റെ കണ്ണിൽ ചില ശുഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതുകാരണം ഹനുമാൻ ആശ്വസിച്ചു. പതിവ്രതയായ സീതയ്ക്ക് ഒരു ദോഷവും സംഭവിച്ചിട്ടുണ്ടാവില്ല. രാമകാരുണ്യത്താൽ എന്നെപ്പോലും തീണ്ടാത്ത അഗ്നി രാമന്റെ ധർമ്മധാരങ്ങളായ സീതയെ എങ്ങനെ സ്പർശിക്കുവാനാണ്? സീതയുടെ പരിശുദ്ധി ഒന്നു മാത്രം മതി സർവരക്ഷയ്ക്ക്. തപശക്തി, സത്യസന്ധത, ഭർത്താവിനോടുള്ള സമർപ്പണ മനോഭാവം ഇവയെല്ലാം അഗ്നിയേക്കാൾ ശക്തിയുള്ളവയത്രേ. സിദ്ധന്മാർ, ചാരണന്മാർ തുടങ്ങിയവർ ഹനുമാന്റെ പരാക്രമങ്ങളെ വാഴ്ത്തിപ്പാടുന്നുണ്ടായിരുന്നു. ഈ അവസരത്തിൽ സീത സുരക്ഷിതയാണെന്ന വസ്തുത അറിയിച്ച് അവർ ഹനുമാനെ ഉത്സാഹവാനാക്കി. അത്യാഹ്ലാദവും ആശ്വാസവും കൊണ്ട് വീർപ്പുമുട്ടിയ ഹനുമാൻ സീത വസിക്കുന്നിടത്തേക്ക് പാഞ്ഞു ചെന്ന് സന്തോഷാശ്രുക്കൾ ഒഴുക്കി. സീത അന്നേരം അഭ്യർത്ഥിച്ചു, അല്ലയോ ഹനുമാൻ, ഒരു ദിനം കൂടി ഇവിടെ തങ്ങുക. എൻ്റെ നീറുന്ന ഹൃദയത്തിന് താങ്കളുടെ സഹവാസം അനൽപമായ ആശ്വാസം പകരും. താങ്കൾ മടങ്ങി വരുമെന്ന പ്രതീക്ഷയ്ക്ക് വേണ്ടത്ര ഉറപ്പില്ല. മാത്രമല്ല, ഈ ദുരിതങ്ങൾ സഹിച്ച് ഞാൻ എത്ര നാൾ ജീവിക്കുമെന്ന കാര്യത്തിലും ഏറെ പ്രതീക്ഷയ്ക്ക് വകയില്ല. രാമലക്ഷ്മണന്മാർക്കും വാനരന്മാർക്കും ഈ ബൃഹത്തായ ആഴി താണ്ടി വരാനാകുമെന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല. എന്നിരിക്കലും താങ്കൾ രാമനെ കഠിനമായി പ്രേരിപ്പിക്കണം, എത്രയും വേഗത്തിൽ ഇവിടെ വന്ന് എൻ്റെ പ്രാണരക്ഷ ചെയ്യണമെന്ന്. ഇനിയും അധിക നാൾ ഈ യാതനകൾ താങ്ങി ജീവിക്കാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമൻ എത്രയും വേഗം വന്ന് പ്രാണപ്രിയയെ മോചിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിച്ച് ഉറപ്പു നൽകി സീതയെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു ഹനുമാൻ. മടങ്ങിപ്പോകുവാൻ തീരുമാനമെടുത്ത ഹനുമാൻ അരിഷ്ടപർവ്വതത്തിന്റെ ശിഖരത്തിൽ ചവിട്ടിക്കയറി. രാമന്റെ അരികിലെത്തി തന്റെ വിജയകഥ അറിയിക്കുവാനുള്ള അത്യാകാംക്ഷ മൂലം ഹനുമാൻ പർവ്വതശിഖരത്തിൽ കാലുകൾ അമർത്തി ചവിട്ടി സ്ഥൂലരൂപം സ്വീകരിക്കുവാൻ തുടങ്ങി. ഘോരശബ്ദം കേട്ടും പർവ്വതം കുലുങ്ങുന്നതറിഞ്ഞും ഭയചകിതരായ ഗന്ധർവന്മാരും അവിടെ വസിച്ചിരുന്ന പക്ഷിമൃഗാദികളും ഭയം കൊണ്ട് പറന്നകന്നു. അതിശക്തമായ കുതിച്ചുചാട്ടത്തിന്റെ ഫലമായി ഹനുമാന്റെ കാൽച്ചുവട്ടിൽ നിലകൊണ്ടിരുന്ന ആ ഭീമാകാര പർവ്വതം ഭൂമിക്ക് സമനിരപ്പായിക്കൊണ്ട് പാതാളത്തിലേക്ക് താണുപോയി. വായുവിലൂടെ അതിവേഗം സഞ്ചരിച്ച ഹനുമാൻ ഒരിക്കൽ കൂടി മൈനാകപർവ്വതത്തെ തൊട്ടുതലോടി തന്റെ ആദരവ് പ്രകടിപ്പിച്ചു. ഒടുക്കം മഹേന്ദ്രപർവ്വതം ദൃഷ്ടിഗോചരമായപ്പോൾ അത്യാഹ്ലാദത്താൽ ഹനുമാൻ ഉച്ചത്തിൽ അലറുവാൻ തുടങ്ങി. വികാരവിക്ഷോഭത്താൽ വാല് വിറപ്പിച്ചു. തൻ്റെ വാനര സ്നേഹിതന്മാരെ വീണ്ടും കണ്ടുമുട്ടുന്നതിലുള്ള ആവേശം അത്രയ്ക്ക് ഉത്കടമായിരുന്നു. ഹനുമാന്റെ ഗർജനം കേട്ട വാനരന്മാർ അത്യാകാംക്ഷയോടെ തങ്ങളുടെ ധീരനായകനെ ഒരു നോക്കു കാണുവാൻ കാത്തുനിന്നു. ജാംബവാൻ അഭിപ്രായപ്പെട്ടു, അവന്റെ വികാരാവേശം കണ്ടെനിക്ക് ഒരു കാര്യം ഉറപ്പായി. അവൻ ലക്ഷ്യം നേടി വിജയശ്രീ ലാളിതനായാണ് മടങ്ങിവരുന്നത്. വസ്ത്രങ്ങൾ വീശിക്കാണിച്ചുകൊണ്ട് വികാരാവേശത്തിൽ വാനരന്മാരെ ഏവരും വൃക്ഷങ്ങളിൽ നിന്ന് വൃക്ഷങ്ങളിലേക്കും ശിഖരങ്ങളിൽ നിന്ന് ശിഖരങ്ങളിലേക്കും ചാടിക്കൊണ്ടിരുന്നു.
അവസാനം ഹനുമാൻ അവരുടെ ദൃഷ്ടിപഥത്തിൽ എത്തിച്ചേർന്നപ്പോൾ കൂപ്പുകൈകളോടെ അദ്ദേഹം മഹേന്ദ്രപർവ്വതത്തിലേക്ക് വന്നിറങ്ങുന്ന കാഴ്ച കാണുവാൻ നിശ്ചലരായി നിന്നു അവർ. ഫലങ്ങളും വേരുകളും കാഴ്ചദ്രവ്യമായി സമർപ്പിച്ചുകൊണ്ട് അവർ ഹനുമാന്റെ ചുറ്റും കൂടി നിന്ന് സന്തോഷാരവം മുഴക്കി. ആദ്യം വയോജനങ്ങൾക്കും പിന്നെ അംഗദ രാജകുമാരനും തൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച ശേഷം താൻ സീതയെ കണ്ടു എന്ന് പ്രഖ്യാപിച്ച് ഏവരുടെയും ജിജ്ഞാസയ്ക്ക് ഹനുമാൻ വിരാമമിട്ടു. സന്തോഷത്താൽ ഉന്മാദാവസ്ഥയിലെത്തിയ അവർ ഹനുമാനെ വീണ്ടും വീണ്ടും പുണർന്ന് തങ്ങളുടെ കൃതജ്ഞത അറിയിച്ചു. വേണ്ടവിധത്തിൽ ഹനുമാനെ പ്രശംസിച്ച ശേഷം അങ്കദൻ വിശേഷങ്ങൾ അറിയുവാനായി ഹനുമാന്റെ മുന്നിൽ ഇരുന്നു. അന്നേരം ജാംബവാൻ ഹനുമാനോട് അപേക്ഷിച്ചു, ലങ്കയിലേക്ക് കുതിച്ചു ചാടിയപ്പോൾ മുതൽ സംഭവിച്ച സർവ്വകാര്യങ്ങളും ദീർഘവിസ്താരം ചെയ്ത് കേൾപ്പിക്കണം എന്ന്. മറ്റു വാനരങ്ങളും ഇതേ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഹനുമാന്റെ ചുറ്റും ആസനമുറപ്പിച്ചു. മനസ്സുകൊണ്ട് സീതാദേവിയെ വന്ദിച്ച ശേഷം ഹനുമാൻ ലങ്കയിൽ വച്ചുണ്ടായ എല്ലാ അനുഭവങ്ങളെക്കുറിച്ചും സവിസ്തരം സംസാരിച്ചു. സീത സൗഖ്യമായിട്ടിരിക്കുന്നുണ്ടെന്നും രാമന്റെ ദാസനായിരിക്കുവാൻ കൂടിയും രാവണന് യോഗ്യതയില്ലെന്ന് അയാളുടെ മുഖത്തിനു നേരെ തുറന്നു പറഞ്ഞ ധീരവനിതയാണ് ശ്രീരാമപത്നി എന്നും ഹനുമാൻ അവരെ അറിയിച്ചു. നാം ഉടൻ തന്നെ ലങ്കയെ ആക്രമിച്ച് സീതയെ കിഷ്കിന്ധയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. രാക്ഷസന്മാരെ ഒന്നടങ്കം നശിപ്പിക്കുവാനുള്ള ശേഷി എനിക്കുണ്ട്, അങ്കദനുമുണ്ട്. സീതയെ കണ്ടുപിടിക്കുക മാത്രമല്ല, മോചിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരികയും കൂടി ചെയ്തു എന്ന് കാണുമ്പോൾ രാമന് എത്രമാത്രം സന്തോഷമുണ്ടാകുമെന്ന് ഓർക്കുക. എനിക്ക് ഇപ്പോൾ തന്നെ സീതയെ മടക്കിക്കൊണ്ടുവരിക സാധ്യമായിരുന്നു. അതിനുള്ള അനുവാദമില്ലായിരുന്നു എന്നതു മാത്രമാണ് തടസ്സമായി നിന്നത്. ഇപ്രകാരം തൻ്റെ നീണ്ട കഥനം ഹനുമാൻ ഉപസംഹരിച്ചു. അങ്കദൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു. അശ്വിനി കുമാരന്മാരോടുള്ള ബഹുമാനാർത്ഥം ബ്രഹ്മദേവൻ ഒരിക്കൽ അവരുടെ പുത്രന്മാരായ മൈന്ദനും ദ്വിവിധനും ഒരു അനുഗ്രഹം നൽകി. അതുപ്രകാരം അവർ യുദ്ധത്തിൽ അജയന്മാരായി തീർന്നു. ഈ വരത്തിൻ്റെ സംരക്ഷണയിൽ അഹങ്കാരികളായ ആ വാനരന്മാർ ദേവന്മാരുടെ ഒരു വൻ സൈന്യത്തെ നിരുപാധികം തോൽപ്പിച്ച് ബലാൽക്കാരേണ അമൃത് പാനം ചെയ്തു. ആ വാനരങ്ങളും നമ്മുടെയൊപ്പമുള്ളതിനാൽ നമുക്ക് രാവണനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാനാകും. ആയതിനാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ലങ്കയെ ആക്രമിച്ച് സീതാദേവിയെ വീണ്ടെടുക്കുവാനൊരുങ്ങാം. അപ്പോഴാണ് ജാംബവാൻ അവർക്ക് വിവേകമുണ്ടാക്കി കൊടുത്തത്. അല്ലയോ രാജകുമാര, താങ്കളുടെ പദ്ധതിയിൽ വിവേകത്തിൻ്റെ കുറവുണ്ട്. സീതയെ കണ്ടുപിടിക്കുവാൻ മാത്രമേ നമുക്ക് ആജ്ഞ ലഭിച്ചിട്ടുള്ളൂ. യുദ്ധം ചെയ്ത് മോചിപ്പിക്കുവാനാവില്ല. അഥവാ നാം യുദ്ധം ചെയ്ത് സീതയെ വീണ്ടെടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും രാമൻ പ്രീതനാവുമെന്ന വിശ്വാസം എനിക്ക് ലേശവുമില്ല. കാരണം വാനര സമൂഹമധ്യത്തിൽ വച്ച് അദ്ദേഹം ശപഥമെടുത്തിരുന്നു, രാവണനെ നേരിട്ട് വധിച്ച് സീതയെ വീണ്ടെടുക്കുമെന്ന്. ഈ ഉപദേശം അങ്കദൻ, ഹനുമാൻ ഇത്യാദികൾക്ക് സ്വീകാര്യമായി തോന്നുകയാൽ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ അവർ കിഷ്കിന്ധയിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് സുഗ്രീവന്റെ അധീനതയിലുള്ള മധുവനം എന്ന സ്വർഗസമാനമായ ഒരു വനത്തിൽ അവരെത്തിച്ചേർന്നു. കുരങ്ങന്മാർ അവരുടെ സമൃദ്ധമായിട്ടുണ്ടായിരുന്ന തേൻ, ഫലങ്ങൾ, വേരുകൾ എന്നിവ ഇഷ്ടം പോലെ ആഹരിച്ച് കുറഞ്ഞ സമയം കൊണ്ട് ലഹരിക്കടിമയായി. മതോന്മത്തരായി കളിച്ചു ചിരിച്ച് രസിച്ച് വളരെയധികം കോലാഹലങ്ങളുണ്ടാക്കി വാനരന്മാർ. തൽഫലമായി ആ മനോഹര ഉദ്യാനം നാശോന്മുഖമായി തീർന്നു. ആ വനം കാത്തുരക്ഷിക്കുന്ന ദതിമുഖൻ എന്ന തേജസ്വിയായ വൃദ്ധൻ ഇതു കണ്ട് കോപിഷ്ഠനായി. വനം നശിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ അവർ അദ്ദേഹത്തെ പരുഷവാക്കുകളാൽ നിന്ദിച്ചു. അപ്പോൾ അദ്ദേഹം ചില മർക്കടന്മാരെ താടിച്ചും ചിലരോട് നല്ല വാക്കു ചൊല്ലിയും ചിലരോട് കലഹിച്ചും മറ്റും വനരക്ഷയ്ക്കായി ശ്രമിക്കവേ മദ്യലഹരിയിൽ ബോധം മറഞ്ഞിരുന്ന വാനരന്മാർ അദ്ദേഹത്തെ ചവിട്ടിയും കടിച്ചും നഖങ്ങളാൽ മാന്തിപ്പൊളിച്ചും വിഷമിപ്പിച്ചു. ഹനുമാനാകട്ടെ വാനരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഇഷ്ടം പോലെ എന്തും ആസ്വദിക്കുക, ശല്യം ചെയ്യുവാൻ വരുന്നവരെ ഞാൻ നേരിട്ടുകൊള്ളാം. അങ്കദനും ഇതുതന്നെയാണ് ചെയ്തത്. അങ്ങനെ കൂടുതൽ ധൈര്യം നേടിയ ഉന്മത്തരായ കുരങ്ങന്മാർ യാതൊരു ഭയവുമന്യേ കാവൽക്കാരെയെല്ലാം തല്ലിയോടിച്ച് ആ വനമൊട്ടാകെ വൃഥാ നശിപ്പിച്ചു. മദ്യലഹരിയിൽ ബോധം നശിക്കുന്നവർ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുമോ അതെല്ലാം അവർ കാട്ടിക്കൂട്ടി. ചിലർ മയങ്ങിക്കിടന്നു. സംസ്കാരശൂന്യരായ മറ്റു ചിലർ കോലാഹലത്തോടെ കാവൽക്കാരെ നിന്ദിച്ചുകൊണ്ടിരുന്നു. അനന്തരമുണ്ടായ അടിപിടിയിൽ അങ്കദൻ ദതിമുഖനെ
അദ്ദേഹം സ്വന്തം മാതുലനായിരുന്നിട്ട് കൂടി വലിച്ചിഴച്ച് നിലത്തിട്ട് അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി. ഒടുക്കം സുഗ്രീവനെ കണ്ട് പരാതിപ്പെടുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്ന് ദതിമുഖനും മറ്റു കാവൽക്കാർക്കും ബോധ്യമായി. വാനര രാജാവായ സുഗ്രീവൻ ഈ കുരങ്ങന്മാർക്ക് നല്ല ശിക്ഷ കൊടുക്കുമെന്നവർ പ്രതീക്ഷിച്ചു. വളരെയധികം വികാരവിക്ഷുഭിതനായി ദതിമുഖനെ കണ്ടപ്പോൾ സുഗ്രീവൻ കാരണമാരാഞ്ഞു. രാജാവിൻ്റെ അന്വേഷണത്തിന് മറുപടിയായി ദതിമുഖൻ അംഗദൻ്റെയും കൂട്ടുകാരുടെയും പെരുമാറ്റത്തെക്കുറിച്ച് ഒരു ഏകദേശ രൂപം നൽകി. തദവസരത്തിൽ ദതിമുഖൻ്റെ വരവിൻ്റെ കാരണമറിയുവാനായി ലക്ഷ്മണനും അവിടെ എത്തി. സുഗ്രീവൻ ലക്ഷ്മണനെ അറിയിച്ചു, അംഗദനും കൂട്ടരും ഇപ്പോൾ മധുവനത്തിലെത്തിയിട്ടുണ്ട്. മദ്യലഹരി പൂണ്ട് അവർ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ കേട്ടതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമായി. അവരുടെ ലക്ഷ്യം വിജയകരമായിട്ടുണ്ടാവണം. ഹനുമാൻ സീതയെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്തരമൊരു കാര്യം ചെയ്യുവാൻ അവർ ഒരിക്കലും ധൈര്യപ്പെടുമായിരുന്നില്ല. ഇത് കേട്ട് രാമലക്ഷ്മണന്മാർ ഉത്സാഹഭരിതരായി. അതുകണ്ട് സുഗ്രീവനും സന്തുഷ്ടനായി. അദ്ദേഹം ദതിമുഖനോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആവലാതി ഞങ്ങൾക്കൊരു ആഹ്ലാദ വാർത്തയായിരിക്കുന്നു. ആയതിനാൽ വാനരന്മാരുടെ അക്രമങ്ങൾ നാം ക്ഷമിക്കേണ്ടുന്നതാണ്. നിങ്ങൾ മധുവനത്തിലേക്ക് മടങ്ങിച്ചെന്ന് അംഗദനോടും മറ്റും പറയുക, എനിക്ക് എത്രയും വേഗേന അവരെ കാണണമെന്ന്. ആജ്ഞ ശിരസാവഹിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു ചാടി ദതിമുഖൻ. അയാൾ മധുവനത്തിലെത്തിയപ്പോഴേക്കും എല്ലാ വാനരന്മാരും സ്വബോധം വീണ്ടെടുത്തു കഴിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, അവർ കുടിച്ച മധുവത്രയും മൂത്രരൂപത്തിൽ വിസർജിക്കുകയുമായിരുന്നു. അന്നേരം അംഗദൻ്റെ അരികിലേക്ക് പോയി വളരെ മധുരതരമായി ദതിമുഖൻ അറിയിച്ചു, ഈ ഉപവനം ആസ്വദിക്കുന്നതിൽ നിന്ന് തടസ്സം ചെയ്ത എനിക്ക് നിങ്ങൾ മാപ്പ് തരണം. അലയോ രാജകുമാര, അങ്ങയുടെ പിതൃ സഹോദരൻ അങ്ങയുടെ ആഗമന വാർത്തയറിഞ്ഞ് വളരെ സന്തോഷിക്കുകയും ഉടനടി തന്നെ നിങ്ങൾ കിഷ്കിന്ധയിൽ എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. തൻ്റെ അനുയായികളുടെ നേർക്ക് തിരിഞ്ഞ് അംഗദൻ വിനയസമന്വിതനായി അറിയിച്ചു, നാം ഉടനടി തന്നെ കിഷ്കിന്ധയിലേക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ രാജകുമാരനാണെങ്കിലും നിങ്ങളെക്കാളും മേന്മയുള്ളവനെന്ന് ഒട്ടും തന്നെ കരുതുന്നില്ല. പ്രത്യുത ഞാൻ നിങ്ങളെ ആശ്രയിച്ചു മാത്രം നിലകൊള്ളുന്നവനാകുന്നു. ആയതിനാൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ ഏവരുടെയും ആജ്ഞയ്ക്കായി ഞാൻ കാത്തു നിൽക്കുകയാണ്. ഈ പ്രഖ്യാപനം വാനരങ്ങളെ വളരെയധികം സന്തുഷ്ടരാക്കി. അല്ലയോ രാജകുമാര, അങ്ങയുടെ ഈ വിനയം അങ്ങേക്ക് ഉണ്ടാകുവാൻ പോകുന്ന ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മഹത് വ്യക്തികൾക്ക് മാത്രം കിട്ടുന്ന സിദ്ധിയാണ് വിനയമെന്നത്. രാമനും സുഗ്രീവനും നമ്മെ കാത്തിരിക്കുന്നു. അതിനാൽ ഇനിയൊരു വിനാഴിക പോലും നഷ്ടപ്പെടുത്താതെ നമുക്ക് കിഷ്കിന്ധയിലേക്ക് യാത്ര തിരിക്കാം. നിമിഷങ്ങൾക്കകം കവണ കൊണ്ട് എറിഞ്ഞ അസംഖ്യം കല്ലുകൾ എന്ന വണ്ണം വാനരന്മാർ ആകാശത്തിലേക്ക് കുതിച്ചുയർന്നു. അവരെ സുഗ്രീവൻ വളരെ ദൂരത്തുനിന്ന് തന്നെ കണ്ടുപിടിച്ചു. അദ്ദേഹം ഉടൻ ചെന്ന് രാമനോട് പറഞ്ഞു, അംഗദൻ അതാ വന്നെത്തുകയായി. സീതയെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും കിഷ്കിന്ധയിലേക്ക് മടങ്ങി വരാൻ ധൈര്യപ്പെടുകയില്ലെന്ന് എനിക്ക് നിശ്ചയമാണ്. മാത്രമല്ല, മധുവനം നശിപ്പിക്കുവാനും അവൻ ഒരുമ്പെടുമായിരുന്നില്ല. കാരണം സ്വർഗീയ സുന്ദരമായ ആ ഉപവനം എൻ്റെ പിതാവിന് അദ്ദേഹത്തിൻ്റെ പിതാമഹനായ ബ്രഹ്മദേവൻ സമ്മാനമായി നൽകിയതത്രേ. അന്നേരം അംഗദനും പരിവാരങ്ങളും പ്രശ്രവണ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ ചാടിയിറങ്ങി. രാമന്റെ സമീപത്തേക്ക് ആകാംക്ഷയോടെ വന്നുകൊണ്ടിരിക്കവേ ഹനുമാൻ പ്രസ്താവിച്ചു, സീത സുരക്ഷിതയും സുചരിതയുമായി ഇരിക്കുന്നുവെന്ന്. രാവണന്റെ വശീകരണ മന്ത്രങ്ങൾക്കൊന്നും സീത വശംവദയാകുന്നില്ല എന്നും കൂടി അറിയിച്ചു. ഈ വാക്കുകൾ ശ്രവിച്ച രാമൻ അനൽപമായ സ്നേഹവും ആദരവും സ്ഫുരിക്കുന്ന നയനങ്ങളാൽ ഹനുമാനെ കടാക്ഷിച്ചു. എല്ലാ മർക്കടങ്ങളും സുഗ്രീവനും രാമലക്ഷ്മണന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. സ്വയം നിയന്ത്രിക്കുവാനാകാതെ അവർ ഓരോരുത്തരും ഹനുമാൻ സീതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നിന്നു. ഒടുക്കം അവർ നിശബ്ദരായി. തദവസരത്തിൽ രാമൻ ആവശ്യപ്പെട്ടു, രാവണന്റെ വാസസ്ഥാനം കൃത്യമായി വർണ്ണിക്കുക. സീതയെക്കുറിച്ച് ഇനിയും പറയുക. അവർ ഇപ്പോൾ എന്നെക്കുറിച്ച് എന്താണ് ധരിച്ചിരിക്കുന്നതെന്നും പറയുക. വാനരങ്ങൾ ഹനുമാനെ മുന്നോട്ട് തള്ളിവിട്ടു. കാരണം ഈ ചോദ്യങ്ങൾക്കെല്ലാം ആധികാരികമായ മറുപടി നൽകുവാൻ ഹനുമാന് മാത്രമല്ലേ പ്രാപ്തിയുള്ളൂ. ദക്ഷിണ ദിശയിലേക്ക് തിരിഞ്ഞ് താണുവണങ്ങിയ ശേഷം ഹനുമാൻ സീതയെ കണ്ടെത്തുന്നതുവരെയുള്ള സംഭവങ്ങൾ വഴി പോലെ വിവരിച്ചു. സീതയുടെ ചൂടാമണി രാമന് നൽകിയ ശേഷം ഹനുമാൻ അറിയിച്ചു,
സീതയുടെ ഹൃദയത്തിൽ താങ്കളോടുള്ള ഭക്തി അചഞ്ചലമായി നിലനിൽക്കുന്നു. അതുകാരണം ജീവൻ നിലനിർത്തുവാനാകാതെ കഷ്ടപ്പെടുകയാണ് ദേവി. എല്ലാറ്റിനും ഒടുവിൽ സീതയുടെ 3 സന്ദേശങ്ങളും രാമന് കൈമാറി ഹനുമാൻ. കാക്കയുടെ രൂപത്തിൽ വന്ന ഇന്ദ്രപുത്രൻ സീതയുടെ സ്തനങ്ങളിൽ മുറിവേൽപ്പിച്ചതായിരുന്നു ആദ്യത്തെ വിവരണം. ചുവന്ന ചായം കൊണ്ട് സീതയുടെ മുഖം രാമൻ അലങ്കരിച്ചതായിരുന്നു രണ്ടാമത്തേത്. 3-ാമത്തെ സന്ദേശം ഒരു മുന്നറിയിപ്പായിരുന്നു. അതായത് 1 മാസത്തിനകം രാമൻ ചെന്ന് രക്ഷിച്ചില്ലെങ്കിൽ രാക്ഷസിമാരുടെ പീഡനം താങ്ങുവാനാകാതെ സീത പ്രാണത്യാഗം ചെയ്യുമെന്ന്. സശ്രദ്ധം സന്ദേശങ്ങൾ ശ്രവിക്കവേ രാമൻ ചൂടാമണിയെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നു. രാമനും ലക്ഷ്മണനും ധാരധാരയായി അശ്രുവാർത്തു. സന്താപവിവശനായി രാമൻ സ്മരിച്ചു, ഈ ആഭരണം ഞങ്ങളുടെ വിവാഹവേളയിൽ സീതയുടെ പിതാവ് സമ്മാനമായി നൽകിയതാണ്. യാഗങ്ങൾ ശ്രേഷ്ഠമായ രീതിയിൽ നടത്തിയതിൽ സംപ്രീതനായ ഇന്ദ്രൻ പാരിതോഷികമായി ജനകമഹാരാജാവിന് നൽകിയതാണ് ഈ ചൂടാമണി. അല്ലയോ ഹനുമാൻ, കഠിനവ്യതയാൽ എൻ്റെ സ്വബോധം നശിക്കുന്നത് പോലെ തോന്നുന്നു. ദയവു ചെയ്ത് സീതയുടെ സന്ദേശങ്ങൾ ആവർത്തിക്കുക. താപത്താൽ ഉരുകുന്ന എൻ്റെ ശിരസിൽ പതിക്കുന്ന കുളിർ വർഷമാണവ. ഒരിക്കൽ കൂടി സന്ദേശങ്ങൾ ആവർത്തിച്ച ശേഷം ഹനുമാൻ ഉപസംഹരിച്ചു. ദേവിയെ ചുമലിലേറ്റി അങ്ങയുടെ അരികിലെത്തിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയുണ്ടായി. പക്ഷേ പരപുരുഷ സ്പർശം ഒരു കാരണവശാലും സ്വമേധയാ ചെയ്യുകയില്ലെന്ന് പറഞ്ഞ് ദേവി അത് നിരാകരിച്ചു. പലവുരി ദേവി എന്നോട് ആവർത്തിച്ചു ചൊല്ലുകയുണ്ടായി, താങ്കൾ രാമനെ എത്രയും ദ്രുതഗതിയിൽ ഇവിടേക്ക് വരുമാറാക്കണം. തികച്ചും ദുസ്സഹമാണെൻ്റെ ജീവിതം. ഇത് താങ്ങി ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. ഓ ഹനുമാൻ, എങ്ങനെയാണ് രാമലക്ഷ്മണന്മാരും വാനരപ്പടയും ഈ അലയാഴി താണ്ടിക്കടന്ന് ഇവിടെ എത്തുക? താങ്കൾക്ക് രാവണനെ നിഗ്രഹിച്ച് എന്നെ രാമൻ്റെ അരികിലെത്തിക്കാനാകുമെന്ന് എനിക്കറിയാം, സംശയമേതുമില്ല. എങ്കിലും രാമൻ നേരിട്ട് വന്ന് എന്നെ രക്ഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ യാതൊരു കളങ്കവും ഇതേവരെ സ്പർശിക്കാത്ത അദ്ദേഹത്തിൻ്റെ യശസ് മേൽക്കുമേൽ വർദ്ധിക്കും. മറ്റൊരാൾ എന്നെ ഞാൻ എങ്ങനെയാണോ ലങ്കയിലേക്ക് കടത്തപ്പെട്ടത് അതേപോലെ രാമൻ്റെ അരികിലേക്ക് തിരിച്ചും കൊണ്ടു ചെല്ലുന്ന കാര്യം എനിക്ക് ഒട്ടും പഥ്യമല്ല. മറ്റു വാനരന്മാർ എന്നെക്കാളും മികച്ചവരാണെന്നും അതിനാൽ അവർക്ക് നിഷ്പ്രയാസം സമുദ്രം ചാടിക്കടക്കുവാനാകുമെന്നും ഞാൻ ദേവിക്ക് ഉറപ്പു നൽകി. മാത്രമല്ല, ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം ഞാൻ അങ്ങയെയും ലക്ഷ്മണനെയും കൂടി ചുമലിലേറ്റി ലങ്കയിലെത്തിക്കുന്നതാണെന്നും വാക്കുകൊടുത്തു. ഇപ്രകാരമെല്ലാം സംസാരിച്ച് ഒരു വിധത്തിൽ സീതയെ സമാധാനിപ്പിച്ചു ഞാൻ. പക്ഷേ സീതയുടെ ദുസ്ഥിതി ഓർക്കുമ്പോൾ അങ്ങ് എത്രയും ചടുതിയിൽ ലങ്കയെ ആക്രമിക്കുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.